ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഐ നോബഡി ഡയറക്ടർ നിസാം ബഷീർ. നിസാൻ ബഷീറിൻ്റെ കെട്ടിയാളെന്ന ബാലാഖ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയല്ല. പക്ഷേ അതിലെ സ്ലീവാച്ചൻ തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആണ്. അതിൽ പറയുന്ന കാര്യങ്ങളോ അതിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങളോടോ ഭയങ്കരമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഒക്കെയുണ്ട്. പക്ഷേ എങ്കിലും സ്ലീവാച്ചൻ അടിപൊളിയാണ്. വെൻ ഇറ്റ് കംസ് ടു റോഷാക്ക്, ഊഫ്, മൈൻഡ് ബ്ലോയിങ് ഒരു സിനിമ. അതിൽ ഇങ്ങനെയൊക്കെ കഥാഖ്യാനം പ്രതികാരം ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് മ്യൂസിക്കും മമ്മൂക്ക അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡെപ്തും അത് മനസ്സിലാക്കി പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂക്കയും തീർച്ചയായിട്ടും അതിലൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അങ്ങനെ നിശാം ബഷീറിൻ്റെ മൂന്നാമത്തെ ചിത്രം ഐ നോബഡി പൃഥ്വിരാജിലേക്ക് എത്തി നിൽക്കുമ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഇതിൽ പങ്കാളികളാണ്. ആം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അനുഭവമാണ്. ഒറ്റ അടിയിൽ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് അനുഭവം തോന്നിയ ചിത്രം. വണ്ടി ഓടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴെല്ലാം ഈ പടത്തിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു ചിത്രം. ഭയങ്കര ഫോൾ ഫ്ലാറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫ്. ഒരു ഹൈ സ്പീഡിൽ പോകുന്ന ഒരുപാട് കട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അതെങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. കഥാഖ്യാനത്തിൻ്റെ രീതിയാണ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമ്മളെ കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. പക്ഷെ അത് രസമാണ്. നമ്മളിങ്ങനെ ചിന്തിച്ച് ഇതിൻ്റെ പേസിൽ കൊണ്ടുപോവുക. ചില ക്ലൂസ് എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ക്ലൂസ് കിട്ടുന്നതും ആ സീനിലോട്ട് എത്തിച്ചേരുന്നതും ഒക്കെ ഒരേ സമയത്താണ്. അപ്പോൾ ആ ഒരു പേസിങ് ഭയങ്കര രസമായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ ഒരു ബാങ്ക് റോബറിക്കിടയിൽ പെട്ടുപോകുന്നു. പൃഥ്വിരാജിൻ്റെ കഥാപാത്രം രാജീവൻ. ഈ പേര് ഈ സിനിമയിൽ ഒരുപാട് നേരം പറയുന്നുണ്ട്. മറ്റേ സഞ്ജീവൻ ദൈവമാണ് എന്ന് മറ്റേ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് അകത്ത് ജനാർദ്ദനൻ പറയുന്നത് പോലെ ഇതിനകത്ത് രാജീവൻ രാജീവൻ എന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ പറയുന്നതുകൊണ്ട് ഈ പേര് തലയ്ക്കകത്ത് രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം, അവർക്ക് വരുന്ന ഒരു സ്ട്രഗിൾ, ആൾക്കാർ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ബാങ്ക് റോബറി ചെയ്തത് രാജീവനാണെന്ന് വിശ്വസിക്കുന്നു. അതും അപ്പം മുതൽ അതിന് മുമ്പേ ഈ ഫാമിലി ഡൈനാമിക്സ് എല്ലാം തെറ്റിയിരിക്കുകയാണ്. ആം, പൃഥ്വിരാജും പാർവതി തിരുവോത്തും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം സന്തുഷ്ടമല്ല. ആ ഫാമിലി സ്ട്രഗിൾസ് ഉണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചം വീശുന്ന ഒരുപാട് സീനുകളുണ്ട്. ഒരുപാട് ഇമോഷണൽ കണക്ട് ചെയ്യുന്ന സീനുകളുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടതും ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇനി അങ്ങോട്ട് പറയുന്നത് തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ട്. അത് പറഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി, ഇതിൻ്റെ സൗണ്ടിങ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളത് നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു സീറ്റിൽ പോയിട്ടിരിക്കുമ്പോൾ ഒരു സീറ്റിൻ്റെ സൗണ്ട് ആണെങ്കിലും ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ആ സൗണ്ടിൻ്റെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയൊക്കെ സാധാരണ ഞാൻ അങ്ങനൊന്നും ടെക്നിക്കലി ഭയങ്കരമായിട്ട് നോക്കാറില്ല. പക്ഷേ ഇതിനകത്ത് ഒരു ലിഫ്റ്റ് ഫൈറ്റൊക്കെ എടുത്തിരിക്കുന്ന ഒരു സീനുണ്ട്. നമ്മുടെ കമ്പാരിസൺസ് എല്ലാം പ്രിയദർശൻ സാധാരണ രീതിയിൽ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പടം എടുത്താലും നമ്മുടെ കമ്പാരിസൺ സ്ട്രെയിറ്റ് ടു സ്പിൽബർഗ് ആയിരിക്കും. സത്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഇതിനകത്ത് ഒരു ലിഫ്റ്റ് സീക്വൻസിൽ ഒരു ഫൈറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ പോകുന്നുണ്ടെങ്കിൽ കൂടെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി അടിപൊളിയാണ്. അത് കണ്ടിരിക്കാൻ തന്നെ രസമുണ്ട്. ഒരുപാട് 2 പേരുടെ തോട്ട്സ് ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു രീതി, അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ടോപ്പിൽ നിന്ന് പിക്ചറൈസ് ചെയ്ത് പിന്നെ സ്ക്രീൻ 2ആയിട്ട് പോകുമ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ആ സിനിമ കാണുമ്പോൾ അതൊരു പറഞ്ഞ കഥകളും അല്ലെങ്കിൽ കഥാരീതികളാണെങ്കിലും പശ്ചാത്തലങ്ങളാണെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ചായിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് പാർവതി തിരോത്തിൻ്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അശോകൻ്റെ കഥാപാത്രം, ഹക്കീം ഷായുടെ കഥാപാത്രം, ഇവർക്ക് 2 പേർക്കും കിട്ടിയിരിക്കുന്നത്, ഇവർ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെപ്ത് നല്ല രസമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹക്കീം ഷാ ത്രൂ ഔട്ട് ഉണ്ട്. അശോകേട്ടൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ പുള്ളിക്കൊരു കാര്യമുണ്ട്. ഒരു ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വര വെട്ടി 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 പോകുന്നൊരു രീതിയുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിൽ അത് തരുന്നുള്ളൊരു ഇമ്പാക്റ്റ്. ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ ആ ഒരു അതിലോട്ടൊക്കെ ഇത് പോകുന്നുണ്ട് കഥ ഫസ്റ്റ് ഹാഫിൽ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് വിഷമം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു സിനിമ സെക്കൻഡ് ഹാഫിൽ തെക്ക് വടക്കനെ എങ്ങോട്ടൊക്കെയോ ഒട്ടിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഈ കേസിനകത്ത് മുഖ്യമന്ത്രിയൊക്കെ വന്ന് മുഖ്യമന്ത്രിയായിട്ട് മുഖാമുഖം ചർച്ചകളൊക്കെ നടത്തി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി എങ്ങോട്ടോ പോകുന്നൊരു സിനിമയായി മാറിയത്. അതാണ് ഇതിൻ്റെ വിഷമം. അതൊന്നും വേണ്ടായിരുന്നു. ഇതിനകത്തൊരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീക്വൻസ് ഒരു ഡിവോഴ്സ് നോട്ടീസ് ഇങ്ങനെ പാർവതി ഇത് കുറച്ച് നാളായി ഞാൻ പ്ലാൻ ചെയ്യുന്നു, ഇത് സൈൻ ചെയ്യണമെന്നുള്ള രീതിയിൽ പൃഥ്വിരാജിൻ്റെ മുമ്പിലോട്ട് വെക്കുമ്പോൾ പൃഥ്വിരാജ് ഒരു ഹോൾ സീക്വൻസ് ആ വീട്ടിനകത്ത് നടക്കുന്നത് ഇങ്ങനെ ആലോചിക്കും. ആലോചിച്ചിട്ട് അത് അവസാനം വന്ന് കുഞ്ഞിലിങ്ങനെ ഒരു ക്യാമറ എത്തി നിർത്തിയിട്ട് പുള്ളി എടുത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു
30-40 സെക്കൻഡ്സ് ആണെന്ന് തോന്നുന്നു. അത്രത്തിനകത്ത് നടക്കുന്ന ഒരു സ്പാൻ. അതിലും ചെറിയ സ്പാനിൽ ആ സീൻ നറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒപ്പിടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് നല്ല രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കിടിലമായിട്ട് ടെക്നിക്കലിയും ബ്രില്യൻ്റ് ആണ്. അതൊരു സീൻ എക്സിക്യൂട്ട് ചെയ്ത രീതിയിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് എടുത്തു വെച്ചതിന് ശേഷം ക്യാ അവരാധ് ഹേ എന്നുള്ള രീതിയിലുള്ളൊരു സെക്കൻഡ് ഹാഫ്. അതിൻ്റെ ക്ലോഷറിലും ഞാനിങ്ങനെ കാത്തിരുന്നു ഈ സിനിമ എഴുതി കാണിക്കുന്ന സമയത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബ്രില്യൻസ് ഉണ്ടാവും എന്നുള്ളത്. ഒരു തേങ്ങയും ഉണ്ടായില്ല. ജ്യോതിയില്ല, തീയുമില്ല, ഒന്നുമില്ല. അതായിരുന്നു അവസാനം. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റ്മെൻറ്റ് വാച്ചാണ് ഐ നോബഡി. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.